ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടി പറ്റിയ സ്മൂത്തിയാണ്. ഒരു 6 സ്മൂത്തി മോഡൽ കാണിക്കുന്നുണ്ട്, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സ്മൂത്തി അങ്ങനെ ഇതിനകത്ത് ഓട്സ് ഒന്നും ചേരുന്നില്ല, ഓട്സ് ഒന്നും ചേർക്കാത്ത സ്മൂത്തികളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം അതിന് ഒരു മിക്സിയിലേക്ക് 2 ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പീനട്ട് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പീനട്ട് ബട്ടർ കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ, ഒരു 2 ടീസ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്. പിന്നെ അതിനകത്തേക്ക് ഒരു റോബസ്റ്റ പഴവും 10 ഗ്രാമിൻ്റെ പ്രോട്ടീൻ പൗഡർ ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോക്ക് ചെയ്ത് 3-4 ആൽമണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്മൂത്തി വേറെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഹൈ പ്രോട്ടീനായിട്ടുള്ളൊരു ഓട്സ് ഇല്ലാത്ത സ്മൂത്തിയാണ്. രണ്ടാമത്തതായിട്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 2 ഡേറ്റ്സ് ഒരു മിക്സിയിലേക്ക് ഇടുക, ചെറുതായിട്ട് കഷ്ണിച്ചിടുക. അതിനകത്തേക്ക് ഒരു 4 കാഷ്യൂനട്ട് ഇടുക, അൺസ്വീറ്റഡ് ആയിട്ടുള്ള കോക്കോ പൗഡർ ഇടുക, പ്രോട്ടീൻ പൗഡർ ഇടുക, മിൽക്ക് ഒഴിക്കുക. സ്കിംഡ് മിൽക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതൊരു 1/4 കപ്പ് 1/2 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ പീനട്ട് ഉപയോഗിക്കുക. അതിനുശേഷം ഒരു ബനാന, ഒരു റോബസ്റ്റ പഴം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിയ സീഡും കൂടിയിട്ട് സെർവ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഇല്ലയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്മൂത്തി റെഡിയായി. മൂന്നാമത്തതായിട്ട് മക്കന സ്മൂത്തിയാണ്. ഇത് വെയിറ്റ് ലോസിനും ഹെൽത്തി ഹെയറിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് മക്കന, 1 ടീസ്പൂൺ സോക്ക്ഡ് ആയിട്ടുള്ള വാൾനട്ട്, ആൽമണ്ട്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ ഒരു അത്തിപ്പഴം, അത് സോക്ക് ചെയ്തതാണ് തലേ ദിവസം, അതും കൂടി ഇട്ടിട്ടുണ്ട്. അത്തിപ്പഴം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ് കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന നട്ട്സ് എല്ലാം പ്രോട്ടീൻ ആയിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പോമഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ പോമഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിംഡ് മിൽക്കും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചിയ സീഡ് സോക്ക് ചെയ്തതിൻ്റെ അകത്ത് സെർവ് ചെയ്ത് എടുക്കാം. അപ്പോൾ മൂന്നാമത്തെ സ്മൂത്തി ഇതാണ്. ഈ സ്മൂത്തികളെല്ലാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മക്കന സ്മൂത്തിയുടെ ഇതിനകത്തേക്ക് കുറച്ച് മക്കന കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നാലാമത്തതായിട്ട് ഓട്സ് ഇല്ലാത്ത ഹൈ പ്രോട്ടീനാണ്. ഇത് റോസ്റ്റഡ് നമ്മുടെ ചെറിയ കടലയും കാഷ്യൂനട്ടും ഡേറ്റ്സും പിന്നെ കിസ്മിസും എല്ലാം കൂടി സോക്ക് ചെയ്യാൻ വേണ്ടി തലേ ദിവസം വെക്കുക. അത് നല്ലതുപോലെ പിറ്റേ ദിവസത്തേക്ക് നല്ലപോലെ സോക്കായിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക, വെള്ളം കളയുക. വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ബനാന, ഒരു റോബസ്റ്റ പഴവും കൂടി ചേർത്തതിന് ശേഷം മിക്സിയിലിട്ട് അതിനകത്തേക്ക് അൺസ്വീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോക്കോ പൗഡറോ അല്ലെങ്കിൽ വേ പ്രോട്ടീനോ ഇടാം. അതിനകത്തേക്ക് ഫ്ലാക്സ് സീഡും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ സ്മൂത്തി ആക്കി എടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് പംകിൻ സീഡ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അഞ്ചാമത്തതായിട്ടും വെയിറ്റ് ലോസിൻ്റെ ഒരു ഓട്സ് ഫ്രീ സ്മൂത്തിയാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. സോക്കഡ് ആയിട്ടുള്ള നമ്മുടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. ബദാം നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈന്തപ്പഴം, വാൾനട്ട്, ആപ്പിള്, പ്രോട്ടീൻ പൗഡർ, പീനട്ട് ബട്ടർ. ഞാൻ എപ്പോഴും പ്രോട്ടീൻ പൗഡർ പറയുന്നത് പ്രോട്ടീൻ പൗഡർ ഇല്ലാത്തവർക്ക് എടുക്കണ്ട കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് കുറച്ച് സിനമൺ പൗഡറും കുറച്ച് നമ്മുടെ ഏലക്കയുടെ പൊടിച്ച ഒരു ഫ്ലേവറിന് വേണ്ടി അതും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കൂടി ഇട്ട് നല്ലപോലെ സെർവ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് സ്മൂത്തിയിൽ സെർവ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം. ആറാമത്തതായിട്ട് ചോക്ലേറ്റ് സ്മൂത്തിയാണ്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സ്മൂത്തിയാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മളൊരു മിക്സിയിൽ ഐസ് ഇടുക, ഒരു ബനാന, നമ്മുടെ റോബസ്റ്റ പഴവും ഡേറ്റ്സും അൺസ്വീറ്റഡ് ആയിട്ടുള്ള കോക്കോ പൗഡറും പ്രോട്ടീൻ പൗഡറും കൂടി ഇട്ട് സിനമൺ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബദാം മിൽക്കോ സ്കിംഡ് മിൽക്കോ ഒക്കെ ഉപയോഗിക്കാം, വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. അത് നല്ലപോലെ അരച്ച് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്മൂത്തി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.